കൂട്ടുകാരെ, കാത്തിരുന്ന ഒരു നിമിഷം വന്നെത്തുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെയൊക്കെ ചെമ്പനീർ പൂവിൽ നമ്മുടെ സച്ചിയും രേവതിയും ഭയങ്കര അടിപിടിയൊക്കെ നടക്കുമ്പോൾ ഇവരിനി എന്നാണ് ഒന്നിക്കുക? ഇനി ഒന്നിക്കുമോ? ഇനി ക്ലൈമാക്സിലായിരിക്കും ഒന്നിക്കുക? അങ്ങനെ പല ചോദ്യങ്ങളുമായിരുന്നു നമ്മുടെ ചെമ്പനീർ പൂവ് കൂട്ടുകാർക്കിടയിൽ, അല്ലേ? പക്ഷെ അങ്ങനൊന്നും അല്ല. അതാ ഇവരെ ഒന്നിക്കുന്ന നിമിഷമാണ് ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു ദീപാവലി ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്നെയായിട്ട് ഇന്നത്തെ ഒരു പുത്തൻ പ്രൊമോ. ഇന്നത്തെ ഒരു ചെമ്പനീർ പൂവ് പ്രൊമോ കാണുമ്പോൾ നമുക്കും ആ ഒരു എനർജി കിട്ടും. ഓ ദീപാവലി, ഓ എന്തൊരു ആഘോഷം എന്നൊക്കെ ഒരു ഫീലാട്ടോ നമ്മുടെ മനസ്സിൽ പോകുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ രേവതിയും സച്ചിയും ആ ഒരു രേവതിയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ അമ്മയ്ക്കും പെങ്ങൾക്കും സഹോദരനൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പൊ ആരതൊക്കെ ഒഴിഞ്ഞിട്ടാട്ടോ ഇവരെ ആ ഒരു രേവതിയുടെ വീട്ടുകാര് രേവതിയും സച്ചിയും ആ ഒരു വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും അവിടെ ദീപാവലി പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നു. നമ്മുടെ ശ്രീകാന്തും വർഷയും അവരും അവിടെ ഭയങ്കര ആഘോഷം പടക്കം പൊട്ടിച്ചൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും ശ്രുതിയും അവരും കമ്പിത്തിരിയും പടക്കവും പൊതിരിയും ഒക്കെ സകലതും ഉണ്ട്. അപ്പൊ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അവിടെ ഉണ്ടല്ലോ, നമ്മുടെ രേവതിയുടെ വീട്ടിൽ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാലുണ്ടല്ലോ, രേവതി ഇങ്ങനെ ചക്രം കത്തിക്കുന്നുണ്ടാവേ. അപ്പൊ ഇങ്ങനെ ചക്രം കത്തി അത് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കറങ്ങി വരുമല്ലോ. അപ്പൊ ആ ഒരു കറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഓടിച്ചെന്ന് നമ്മുടെ പേടിച്ചിട്ട് ഓടിച്ചെന്ന് നമ്മുടെ സച്ചിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. അപ്പൊ സച്ചിയാണെങ്കിൽ പിടിച്ച് മാറ്റണമൊന്നുമില്ല കേട്ടോ. സച്ചി ആ ഒരു കെട്ടിപ്പിടിച്ച ആ ഒരു കുറെ നാളായാലും ഒരു കെട്ടിപ്പിടുത്തമൊക്കെ കിട്ടിയിട്ട് അപ്പൊ ആ ഒരു മയക്കത്തിൽ ഇങ്ങനെ നിൽക്കുക സച്ചി കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗത്തിലാണ് പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ ആ ഒരു ചെമ്പനീർ പൂവ് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു മുഹൂർത്തം വന്നെത്തുന്നു. അതേ കൂട്ടുകാരെ, അപ്പൊ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു എപ്പിസോഡുകളായിരിക്കോട്ടോ ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. കുറെ ശോകത്തിന് ശേഷം ഇതിപ്പോ കുറെ സന്തോഷം വരാൻ പോകുന്നു, അല്ലേ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.